ഷിംജിത വൈറലാവാൻ ഇന്നും ഇന്നലെ ഒന്നല്ല നോക്കിയതെന്ന് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതിനുള്ള ഐറ്റം അവളെ കയ്യിലുണ്ട്. ഈ ഒരു സംഭവം വെച്ചിട്ട് ഇവർക്ക് എന്താൻ പറ്റും, വൈറലാവാൻ പറ്റും. അതിനുള്ള എല്ലാ തെണ്ടിത്തര പരിപാടികൾ ഇവൾ ചെയ്യും. നമ്മളെ എതിർക്കുന്നത് സമയത്ത് നമുക്കിങ്ങനെ തോന്നും, നമ്മളെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. പക്ഷെ എങ്ങനെ പറയാതിരിക്കല്ലേ? നമ്മൾ ആരെയും മോശപ്പെടുത്തി പറയുന്ന ആളൊന്നല്ല. ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് നമുക്ക് തോന്നി ഇവള് വൈറലാകാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തിട്ട് ഒരു 10,000 ഫോളോവേഴ്സിന്റെ മേലേക്ക് ഇവളെത്താൻ പറ്റുന്നില്ല. ആ സമയത്ത് ഇവ കുതിച്ച ഒരു ബുദ്ധിയാണ് ഈ പറയുന്ന രോഹിത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചെറുപ്പക്കാരനെ ഇതേ സംഭവം വെച്ചിട്ട് ഒന്ന് വൈറലാക്കാന്ന്. ആ ഐറ്റം നമ്മളെ കയ്യിലുണ്ടല്ലോ, പിന്നെന്താ. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നമ്മളെ ഒരുപാട് സ്ത്രീകളുണ്ട്, അവർക്ക് അപമാനമാണ് ഈ പെണ്ണ്. നിങ്ങൾക്ക് ഇവളെ ഭാഗത്ത് ഒരു തരി പോലും ഒരു മാന്യത ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആദ്യം തന്നെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് എടുത്തു നോക്കണം. പല സ്ഥലത്ത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. നമ്മൾ ബുദ്ധിപരമായിട്ട് ഇരുന്ന് കാണണം. വളരെ എന്താ പറയുക, ഒറ്റയ്ക്കിരുന്ന് റിലാക്സ് ചെയ്ത് ആ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1-2 സെക്കൻഡിൻ്റെ അടുക്ക് പാസ്സായി പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ടച്ചായി പോകുന്നത് അങ്ങ് സ്ലോമോ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സ്ലോമോയിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി പാസ് ചെയ്യുമ്പോൾ മനഃപൂർവ്വം തട്ടിന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ ഷിംജിത എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങളെല്ലാവരും വളരെ മാന്യമായ നല്ല ബുദ്ധിയോട് കൂടി ഒന്ന് കണ്ട് മനസ്സിലാക്കണം. ഫസ്റ്റ് ആംഗിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. രോഹിത് വളരെ മാറിയിട്ടുള്ളത്. രോഹിത്തിൻ്റെ അടുത്ത് പോലും ഷിംജിത അല്ല. രണ്ടാമത്തെ ആംഗിളിൽ ഷിംജിത മനഃപൂർവ്വം ഓളെ സംഭവം കൊണ്ട് ചെന്നതാ. ഓളെ സംഗതിയും കൊണ്ട് ഓളെ അങ്ങോട്ട് ചെന്നത് തീർച്ചയായിട്ടും അവൾക്ക് വൈറലാകാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം. അത് നമ്മൾ യുക്തിപൂർവ്വം ചിന്തിക്കണം. അതുകൊണ്ടാണ് ഇവരെ വിമർശിക്കുന്നത്. ഞാൻ ഇന്നലെ ശക്തമായി വിമർശിച്ചു. നമ്മളെ വീഡിയോ അത്യാവശ്യം ജനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, കാണുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടലുണ്ട്. ആ ഒരു വീഡിയോ വിട്ട സമയത്ത് ഞാൻ ഒരാണൊരുത്തൻ എനിക്ക് അയച്ച ഒരു വോയിസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇതിൽ കാണിച്ചു തരാം. ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖം ഞാൻ ഇതിൽ കാണിക്കാൻ തയ്യാറല്ല. കാരണം എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പ്രശ്നം അയാൾക്കുണ്ട് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ ഒരിക്കലും നോർമലി ഒരാൾ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. പെണ്ണ് ചെയ്ത് തെറ്റാ, അതിന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും. 99% ജനം ഉണ്ടെങ്കിൽ അതിലെല്ലാവരും. എന്നിട്ട് ഈ പറയുന്നത് സൂയിസൈഡ് ചെയ്തോടെ, ആത്മഹത്യ ചെയ്തോടെ, അതിന്റെ പേര് കേസ് എടുക്കണം. നീ ചത്തട്ടി അത്ര സന്തോഷം. നീ ആരടാ അവള് ചാവണം എന്ന് പറയാന്? നീ ചത്തട്ടി അത്ര സന്തോഷം. അടുത്ത ഡയലോഗ്, ഞാൻ ചത്ത് കിട്ടിയാൽ അത്രയും സന്തോഷം. ഇതാണ് ഇവന്. ഞാൻ മറുപടി ഒന്നും കൊടുത്തിട്ടില്ല. ഇവന് ഷഹീബ് ഉമ്മറിന് ഞാൻ ഒരു റീപ്ലൈയും കൊടുത്തിട്ടില്ല. കൊടുക്കാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് മറുപടി അർഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതുപോലത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വളരെ അടുത്താണ് ഈ പറയുന്ന രോഹിത്തിൻ്റെ വീട്. എൻ്റെ സുഹൃത്ത് എന്നോട് പറയണ്ടായി, അത്രക്കും നല്ലൊരു മനുഷ്യനാണെന്നാണ് പറയണത്. അദ്ദേഹത്തിനെ കുറിച്ച് ആർക്കും ഒരു മോശം പറയാണ്ടാവില്ല. ഒരു ആർഭാട ജീവിതമൊന്നും അദ്ദേഹത്തിനില്ല. വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി. ഒരു പ്രോബ്ലം, ഒരു ഇഷ്യൂ ഉള്ളത് അയാൾ പോകാൻ പോലും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്ന വളരെ മാന്യനായിട്ട്, നമ്മളിപ്പോൾ ഒരു ജെന്റിൽമാൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ ജീവിതം നശിപ്പിച്ച ഇവളെ ഞാൻ പറഞ്ഞു, ഇവള് ചത്തുപോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതിലെന്താ, എനിക്കൊരു തെറ്റുമായിട്ട് തോന്നില്ല. ഇപ്പോഴും പറയാണ്, അവൾ ചത്തുപോയി തന്നെ വേണം. അവൾ സൂയിസൈഡ് എങ്ങനെങ്കിലും ഒന്ന് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സന്തോഷിക്കുന്നു പറഞ്ഞാൽ എന്താ തെറ്റ്? അതിന് ഷഹീബ് ഉമ്മർ എന്നോട് വന്ന് പറഞ്ഞതാണ്. കാരണം ഞാനേ അറിയാം, അമ്മനെ തല്ലിയാലും 2 അഭിപ്രായം ഉണ്ട് നമ്മളെ നാട്ടിൽ എന്നുള്ളതാണ്. ഞാൻ ഇവൻ്റെ മുഖം കാണിക്കാത്തതെന്താ അറിയോ? ഇവനെ മുഖം കാണിക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഇവൻ എന്തോ ഒരു മിസ്റ്റേക്ക് എനിക്കെന്നെ ഫീൽ ചെയ്തു. പക്ഷേ അങ്ങനെ മുഖം കാണിച്ചിട്ട് ഇവനെ ഞാൻ മോശപ്പെടുത്തുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ അർത്ഥമല്ലല്ലോ. എന്നാൽ ഷഹീബ് ഉമ്മർ ഇത് കേൾക്കുകയാണെങ്കിൽ ഷഹീബ് ഉമ്മറിനോട് ഞാൻ പറയുകയാണ്, ഇങ്ങനത്തെ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കുക. നമ്മൾ ഇത്രത്തോളം വേദനിപ്പിച്ച ഒരാളെ, ഈ ലോകത്തു നിന്ന് ഒരു വ്യക്തിനെ ഇല്ലാതാക്കിയ ഓളെ പിന്നെ നമ്മൾ എന്നാൽ പിന്നെ ഓലെ ജില്ലാ കളക്ടറായിട്ട് പ്രഖ്യാപിക്കുക, എന്നിട്ട് ഓള് പറയണമൊക്കെ നമുക്ക് കേൾക്കുകയും ചെയ്യാം. എന്ത് വിവരക്കേടാണ് പറയണത്. അങ്ങനെ ഷിംജിത ജയിലിലായിരിക്കുകയാണ്. ഒരു 14 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. പ്രത്യേകിച്ചൊന്നും വരാനൊന്നുമില്ല. കാരണം ഇതൊരു പ്രേരണ കുറ്റമായിട്ട് മാത്രം ഒതുങ്ങി ഒരു 4-5 കൊല്ലം ചിലപ്പോൾ ഓള് ജയിലിൽ കിടക്കും. അതിന് ചിലപ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലൊക്കെ ഇറങ്ങിപ്പോരും. പ്രത്യേകിച്ച് ഒരു ഗുണവും ഇതിലൊന്നും വരാനില്ല എന്നുള്ളതാണ് സത്യം. നല്ല ഒരു നാളേക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ മക്കൾ ഷിംജിതനെ പോലെ ഒന്നും ആവാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാം. നിങ്ങളിവിടെ കാണുന്ന വീഡിയോ അല്ലേ, അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനു വേണ്ടി, ഏത് അർത്ഥത്തിലാണ് അവൾ ആ വീഡിയോ ഇട്ടുന്നത്. അവളെ മെയിൻ ഉദ്ദേശം വൈറലാവാനുള്ളതാണ്. അവൾ വൈറലാവാൻ മുന്നേയും ഈ ഐറ്റമായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അപ്പം വീണ്ടും പറയാണ്, ഷഹീബ് ഉമ്മറെ ഇവിടെ ചത്ത് കിട്ടാൻ തന്നെയാണ് നമ്മളെ ആഗ്രഹം കേട്ടോ. നീ പ്രത്യേകിച്ച് എന്താ നിനക്ക് പറയാനുണ്ടെങ്കിൽ വിളിക്ക്, എന്നിട്ട് നമ്മൾ സംസാരിക്കാം. ഓക്കെ.